UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഉറ്റുനോക്കുകയാണ് കേരളം. രാവിലെ 9 മണിക്ക് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ വലിയ ആകാംക്ഷയാണ് സാധാരണ ജനങ്ങൾക്കുള്ളത്. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തിയേക്കും, ഒപ്പം ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയും പെൻഷൻ പദ്ധതിയും ഒക്കെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളുണ്ട്. കിഫ്ബിയെ പൂർണ്ണമായും ധനവകുപ്പിന് കീഴിലാക്കി ഭേദഗതി കൊണ്ടുവരും. തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഈ ബജറ്റിൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, 10 വർഷത്തിന് ശേഷമുള്ള UDF സർക്കാരിന്റെ ബജറ്റാണ്. അതുകൊണ്ട് തന്നെ കേരളം വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഓരോരുത്തർക്കും പലതരത്തിലുള്ള ആകാംക്ഷയാണ്. എന്ത് പ്രതീക്ഷിക്കാം ബജറ്റിൽ? തീർച്ചയായും 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷമാണ് UDF സർക്കാർ അധികാരത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാന ബജറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രി, അദ്ദേഹം ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നു. വി ഡി സതീശൻ തന്റെ കന്നി ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ, ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കന്നി ബജറ്റ് കൂടിയാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു ധവളപത്രം അധികാരത്തിലെത്തി തൊട്ട് ഉടൻ തന്നെ ഒരു ധവളപത്രം സർക്കാർ പുറത്തിറക്കുന്നു. ആ ധവളപത്രത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ഞെരുക്കത്തിലാണ്, എത്രത്തോളം ദരിദ്രമായ ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്ന് ധവളപത്രത്തിലൂടെ തുറന്നു കാട്ടപ്പെട്ടതിന് ശേഷമാണ്, ആ ധവളപത്രത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് സംസ്ഥാനത്തിലെ സാമ്പത്തിക വ്യവസ്ഥയും ധനസ്ഥിതിയും ഇതേ രീതിയിലാണെന്ന് തുറന്നു കാട്ടിയതിനു ശേഷമാണ് UDF സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആദ്യ ബജറ്റാണ് സംസ്ഥാന സർക്കാരിന്റെ. ഉറപ്പായും ആദ്യ ബജറ്റിൽ ജനകീയ പദ്ധതികൾ, വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചേ മതിയാവൂ. പക്ഷേ അതൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എത്രത്തോളമാണ് എന്നൊരു വെല്ലുവിളി വി ഡി സതീശന്റെ മുന്നിലുണ്ട്. പക്ഷെ അദ്ദേഹം ആ വെല്ലുവിളി തരണം ചെയ്തുകൊണ്ട്, ആ വെല്ലുവിളിക്കിടയിൽ നിന്നുകൊണ്ട് പുതിയ സാമ്പത്തിക പരിഷ്കരണങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം തനത് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കുക, കഴിഞ്ഞ സർക്കാരുകളൊക്കെ തന്നെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ പല രീതിയിലൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും ആ സാമ്പത്തിക നയങ്ങളും ആ പരിഷ്കരണത്തിലൊക്കെ പലയിടത്തും പാളുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് UDF സർക്കാരിന്റെ സാമ്പത്തിക നയവും സാമ്പത്തിക പരിഷ്കരണവും തനത് ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ, അത് തന്നെയാണ് പ്രതീക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാന ഒരു അജണ്ട, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും സർക്കാർ ഊന്നൽ നൽകുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി, പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പാക്കുക. അതിൽ KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള പദ്ധതികളൊക്കെ നേരത്തെ തന്നെ ബജറ്റിന് മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ച് നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് എങ്ങനെ, ഏതൊക്കെ രീതിയിൽ പ്രാവർത്തികമാക്കുമെന്നുള്ളതും, എങ്ങനെയാണ് അതിന്റെ വരുമാനം എന്നുള്ളതും ഒക്കെ, അതിന്റെ വരുമാന സ്രോതസ്സും, അതിനുള്ള ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുക, ആ ഫണ്ട് എങ്ങനെയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തുക, ഇതൊക്കെ തന്നെ ഈ ബജറ്റിന്റെ വിശദാംശങ്ങൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായും സ്ത്രീകളുടെ KSRTCയുടെ സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടക്കം, സ്ത്രീകൾക്ക്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതി, ഇതടക്കമുള്ള ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ, പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ തന്നെയും പാലിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാവരും ഉയർത്തുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സർക്കാർ അധികാരത്തിൽ വന്നത്. ആ 3000 രൂപ എന്നതിൽ ഇപ്പോൾ നിലവിൽ 2000 രൂപയാണ് പെൻഷൻ. അതിൽ ഉയർന്ന തുക ഒരു 100 200 രൂപ, ഏറ്റവും കുറഞ്ഞ തുകയെങ്കിലും നേരിയൊരു വർധനവ് ക്ഷേമ പെൻഷനിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതടക്കമുള്ള വിവിധ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് എല്ലാവരും ജീവനക്കാരുടെ പെൻഷൻ, ശമ്പളം ഉൾപ്പെടെ, ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ഒരു പെൻഷൻ, പങ്കാളിത്ത പെൻഷൻ, ഇപ്പോൾ നിലവിലുള്ളത് അഷ്വേർഡ് പെൻഷനാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന സമയത്ത് പ്രഖ്യാപിച്ചതാണ് അഷ്വേർഡ് പെൻഷൻ. അഷ്വേർഡ് പെൻഷൻ മാറ്റി വീണ്ടും പങ്കാളിത്ത പെൻഷൻ പുതിയ പരിഷ്കരണ രീതിയിൽ കൊണ്ടുവരും തന്നെയാണ് സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിലൊക്കെ നിരവധി പ്രഖ്യാപനങ്ങൾ, അതോടൊപ്പം തന്നെ ജീവനക്കാരെ സന്തോഷിപ്പിക്കുന്ന, തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. ശമ്പള കുടിശ്ശിക, DA ക്ഷാമബത്ത കുടിശ്ശിക, ഒരു ഗഡു ക്ഷാമബത്ത കുടിശ്ശികയെങ്കിലും അതിന്റെ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിലവിൽ കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ആ കമ്മീഷന്റെ കാലാവധി 3 മാസം എന്നതാണ്. അതിനുശേഷം അത് നീട്ടുമോ, ആ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പുനഃസംഘടിക്കുമോ, ഇതടക്കമുള്ള പ്രഖ്യാപനങ്ങളോ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം എല്ലാവരും കാത്തിരിക്കുന്നത് കിഫ്ബിയുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ കിഫ്ബിയുടെ ഭാവി എന്താകുമെന്നുള്ളതാണ്. കിഫ്ബി എങ്ങനെയാകും ഇനി മുന്നോട്ട് പോകുക എന്നത് സംസ്ഥാന സർക്കാർ നേരത്തെ ധവളപത്രം അവതരിപ്പിച്ചപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ് കിഫ്ബിയിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാകുമെന്നാണ്. കാരണം
കിഫ്ബിയെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ധവളപത്രത്തിൽ ഉണ്ടായിരുന്നത്. കാരണം കിഫ്ബി ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് സംസ്ഥാനത്തിലെ സാമ്പത്തിക ഘടന തകിടം മറിയുന്നതിനുള്ള കാരണമെന്നൊക്കെയുള്ള ശക്തമായ വിമർശനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കിഫ്ബി നിയമപരമായതിനാൽ അതിനെ കിഫ്ബി പൂർണ്ണമായി കളയാൻ സർക്കാരിന് കഴിയില്ല. നിയമ ഭേദഗതി കൊണ്ടുവന്ന് കിഫ്ബി നിലവിൽ ഓഫ് ബജറ്റാണ്, ബജറ്റിന് പുറത്താണ്. അത് പൂർണ്ണമായും ധനവകുപ്പിന്റെ നിയന്ത്രണത്തിലാക്കുന്ന പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഒക്കെ തന്നെയും നമുക്ക് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാം. എന്നാലും പുതിയ സാമ്പത്തിക പരിഷ്കരണ പദ്ധതികളും ഒപ്പം തന്നെ ക്ഷേമ വികസന പദ്ധതികളും ഒക്കെ തന്നെയും ഈ ആദ്യ ബജറ്റ്, UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആംപിടി.